പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള വിമർശനം ആവർത്തിച്ച് പിണറായി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള വിമർശനം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാണക്കാട് തങ്ങളെ വിമർശിച്ചത് രാഷ്ട്രീയ വിമർശനമാണെന്നും മറ്റൊന്നും അല്ലെന്നും പിണറായി പറഞ്ഞു. കോഴിക്കോട് സൗത്ത് CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ RSS നേതാക്കളെ ഇപ്പോൾ മഹത്വവത്കരിക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസത്തെ തോന്നൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല ഭരണഘടന, അതിനെ തകർക്കാനാണ് RSS ശ്രമം. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ എല്ലാം പതിയെ BJP ശക്തി കേന്ദ്രങ്ങളായി മാറുന്നു. വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് ഈ മാറ്റം. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ എല്ലാ സഹകരണവും ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ആണ്. അന്ന് കേരള മന്ത്രിസഭയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ലീഗ്. കോൺഗ്രസ് നിലപാടിനോട് എതിർപ്പ് വേണമെന്നും ലീഗിൽ അഭിപ്രായമുണ്ടായി. എന്നിട്ടും ലീഗ് എതിർത്തില്ല. കേരളത്തിലെ മന്ത്രിസഭയിലെ സ്ഥാനം പോകുമോ എന്ന് ലീഗ് പേടിച്ചു. അന്ന് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പുണ്ടായി. പാണക്കാട് തങ്ങൾ ഒറ്റപ്പാലത്ത് പോയി. പക്ഷേ തങ്ങളെ കാണാൻ ആരും പോയില്ല. അധികാരം നിലനിർത്താൻ ചെയ്യാൻ പറ്റാത്ത പലതും ചെയ്ത രൂപത്തിൽ ലീഗ് മാറിയെന്നും പിണറായി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ലീഗ് ചേർത്ത് നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് തെരഞ്ഞെടുപ്പ് യോഗത്തിലും മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും തള്ളിപ്പറഞ്ഞിരുന്നു. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ദിവസം തുറന്നടിച്ചത് രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെയാണ് കണ്ടത്. മുമ്പ് മുഖ്യമന്ത്രിയും CPM-ഉം ലീഗിനോടും ലീഗ് നേതാക്കളോടും മൃദു സമീപനം സ്വീകരിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു. ലീഗിനെ ഒപ്പം കൂട്ടണമെന്ന വിലയിരുത്തൽ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലീഗ് നേതൃത്വം ഇതിനെ പരസ്യമായി തള്ളിക്കളയുകയായിരുന്നു. ഇത്തരം നിലപാടുകൾ CPM-ന്റെ അടിത്തറയിൽ കോട്ടം വരുത്തുന്നതിനായുള്ള നിരീക്ഷണം ഉയർന്നതോടെയാണ് ഇപ്പോൾ പരസ്യമായി ലീഗിനെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്.